മക്കളെ, നമുക്ക് ടൂറ് പോയാലോ? എവിടെയാ പോണ്ടേ? നമുക്ക് മൂന്നാർ പോവാം. മുന്നാർ വേണ്ടാട്ടി, നമുക്ക് മണാലി പോവാം. ഓക്കേ, സെറ്റ്. ഞാൻ സർലാഗും പാലും കൊണ്ടുവരാം. ഞാൻ പാമ്പേഴ്സ് കൊണ്ടുവരാം. ഞാൻ പൈസ കൊണ്ടുവരാം. അപ്പൊ എല്ലാം സെറ്റ്. എന്നാ നമുക്കിപ്പോ വീട്ടിൽ കയറാം. പിന്നെ നാളെ രാവിലെ തന്നെ പുറപ്പെടാം. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എടാ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവൻ പണ്ടേ ഉടായിപ്പ. അതുകൊണ്ട് ഞാനൊന്നും പാക്ക് ചെയ്യാതെ കിടന്നുറങ്ങി. നീ പാക്ക് ചെയ്തോ? ഏയ് ഇല്ല, അവൻ പോസ്റ്റ് തരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഈ വീഡിയോ എന്തായാലും വൈറലാകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് എന്തെങ്കിലും സെൻസേഷൻ വേണം, അല്ലെങ്കിൽ വ്യൂസ് കിട്ടില്ല. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടന്റ് റെഡി. ഈ വീഡിയോ എന്തായാലും വൈറലാകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അയ്യോ, എന്താ മോനെ, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? തനിക്ക് ഇത്രയും പ്രായമായില്ലേ, ഇതുവരെ ചത്തില്ലേ? എന്താ മോനെ, പഠിത്തമൊന്നും തുടങ്ങിയില്ലേ? ആദ്യം നാട്ടുകാരുടെ ഉപദേശത്തിൽ നിന്ന് പഠിച്ച് രക്ഷപ്പെടാനാ പ്ലാൻ. പിന്നെ സ്കൂൾ നോക്കാം. എന്താ കുഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? എന്റെ വിധി തന്നെ കുഴപ്പമാ. അമ്മാച്ചൻ പറഞ്ഞ ഡോക്ടർ ആക്കുമെന്ന് എനിക്ക് ആഗ്രഹം. ട്രാവൽ ബ്ലോഗർ ആവാനാ. ഒന്നും സെറ്റായില്ല. നീ എന്താ സങ്കടത്തിലിരിക്കുന്നേ? ഓഹ്, ഫാമിലി സെറ്റപ്പ് ഒന്നും ശരിയല്ല. ഞാൻ ഏതോ പണക്കാരന്റെ വീട്ടിൽ ജനിക്കേണ്ട ആളായിരുന്നു. ഇപ്പൊ ഇവിടെയായി. നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? ഞങ്ങളുടെ കാര്യം ഇവിടെ വീട്ടിൽ പിടിച്ചു. ഇനി രക്ഷയില്ല. ഞങ്ങൾ ഒളിച്ചോടാൻ പോവാ. അവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അവനില്ലാതെ ഞാനില്ല. കുഞ്ഞേ, നീ എന്തിനാ പാത്രം കഴുകുന്നേ? ഇപ്പോഴേ പാത്രം കഴുകി പഠിച്ചില്ലെങ്കിൽ വലുതാവുമ്പോ ആരും എന്നെ കല്യാണം കഴിക്കില്ലെന്ന്. എടാ, 1 കിലോ പഴം താ. എന്തിനാ വാവേ? എന്റെ 10ാം ക്ലാസ് തോറ്റ അച്ഛന് എന്നെ എഞ്ചിനീയർ ആക്കണമെന്ന്. ഈ പഴം അങ്ങേറെ വായി തിരിക്കയറ്റാണ്. വാവേ, എന്തൊക്കെയാ കേരളത്തിലെ വിശേഷങ്ങൾ? ഇവിടെ ഇപ്പൊ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനില്ല. പെണ്ണുങ്ങൾക്കാണെങ്കിൽ കല്യാണവും കഴിക്കണ്ട. കുഞ്ഞേ, നീ എവിടെ പോണു? അമ്മയ്ക്ക് പുതിയ കുഞ്ഞ് ജനിച്ച്. ഇനി ഇവിടെ ആർക്കും എന്നെ വേണ്ട. അതുകൊണ്ട് ഞാൻ പോവാണ്. എല്ലാ പ്രാവശ്യവും ഞാനല്ലേ റേഷൻ വാങ്ങാൻ പോകുന്നത്. ഈ പ്രാവശ്യം ഈ അലവലായിനെ വിട്ടൂടെ? ചേട്ടാ, ഞാൻ അമ്മയോട് പറഞ്ഞതാ ഞാൻ പോയിക്കൊള്ളാന്ന്. നീ ഭക്ഷണത്തിൽ കൈവച്ച നിന്റെ കൈ അടിച്ചു പൊളിക്കും ഞാൻ. ഞാൻ പോയിക്കൊള്ളാം ബ്രോ. എനിക്ക് നീ തന്നെ പോണം. ജോലിക്കൊന്നും പോവാതെ വിട്ടിരിപ്പല്ലേ. അവൻ ജോലി കഴിഞ്ഞു വന്നതല്ലേ, റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ തന്നെ പോയിക്കൊള്ളാം. എന്താ മോനെ, പഠിത്തമൊന്നും തുടങ്ങിയില്ലേ? ആദ്യം നാട്ടുകാരുടെ ഉപദേശത്തിൽ നിന്ന് പഠിച്ച് രക്ഷപ്പെടാനാ പ്ലാൻ. പിന്നെ സ്കൂൾ നോക്കാം.